നാട്ടിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം എവിടെ നിക്ഷേപിച്ചാലാണ് സുരക്ഷിതമായിരിക്കുക? ചിട്ടിയിൽ ചേരണോ അതോ ബാങ്കിലിടണോ? സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പൊളിഞ്ഞുപോയി എന്ന വാർത്ത കേൾക്കുമ്പോൾ ഉള്ളിൽ എല്ലാവർക്കും പേടിയാണ്. എന്നാൽ നമ്മുടെ കേരള സർക്കാരിന്റെ സ്വന്തം KSEFI ഉണ്ട്. ഇതിലെ നിക്ഷേപങ്ങൾ 100% സുരക്ഷിതമാണോ? ഇതിൽ ഏതൊക്കെ പദ്ധതികളിലാണ് പണമിട്ടാൽ കൂടുതൽ ലാഭം കിട്ടുക? സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ വിശദീകരിക്കാം. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം പറയാം. KSEFIയിലെ നിക്ഷേപങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണോ? ഈ സംശയം പലർക്കുമുണ്ട്. നമ്മൾ കേൾക്കാറുണ്ട് ചില സ്വകാര്യ ചിട്ടി കമ്പനികൾ പണവുമായി മുങ്ങിയെന്ന്. എന്നാൽ KSEFIയിൽ ആ പേടി ഒട്ടും വേണ്ട. ഇത് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. നിങ്ങളുടെ പണത്തിന് പൂർണ്ണ ഗ്യാരണ്ടി നൽകുന്നത് സർക്കാരാണ്. നിയമപരമായി പറഞ്ഞാൽ ഓരോ പുതിയ ചിട്ടി ആരംഭിക്കുന്നതിന് മുൻപും അതിന്റെ ആകെ തുകയ്ക്ക് തുല്യമായ ഒരു തുക KSEFI സർക്കാർ ട്രഷറിയിലോ അല്ലെങ്കിൽ അംഗീകൃത ബാങ്കുകളിലോ സെക്യൂരിറ്റിയായി നിക്ഷേപിക്കാറുണ്ട്. ചിറ്റ് ഫണ്ട് നിയമപ്രകാരം ഇത് നിർബന്ധമാണ്. അതുകൊണ്ട് നിങ്ങളുടെ 1 രൂപ പോലും ഇവിടെ നഷ്ടപ്പെടില്ല. ഇനി നമുക്ക് KSEFI വഴി കൂടുതൽ ലാഭം തരുന്ന പ്രധാനപ്പെട്ട 4 നിക്ഷേപ രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് മൾട്ടി ഡിവിഷൻ ചിട്ടികളാണ്. സാധാരണ ചിട്ടികളിൽ ഒരു മാസത്തിൽ ഒരാൾക്ക് മാത്രമേ ലേലം വഴിയോ നറുക്കെടുപ്പിലൂടെയോ പണം കിട്ടുകയുള്ളൂ. എന്നാൽ മൾട്ടി ഡിവിഷൻ ചിട്ടിയിൽ ഒരേ സമയം ഒന്നിലധികം ആളുകൾക്ക് പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ ഒരാൾക്ക് നറുക്കിലൂടെ മുഴുവൻ തുകയും വലിയ നഷ്ടമില്ലാതെ കിട്ടും. മറ്റുള്ളവർക്ക് ലേലം വിളിച്ച് പണം എടുക്കാം. ലേലം വിളികളിൽ മത്സരം നടക്കുമ്പോൾ ചിട്ടിയുടെ ലാഭവിഹിതം കൂടും. ഇത് ബാക്കി വരിക്കാരുടെ മാസത്തവണകളിൽ വലിയ കുറവ് വരുത്തും. പെട്ടെന്ന് പണം ആവശ്യമുള്ളവർക്കും വലിയ ലാഭം നോക്കുന്നവർക്കും ചേരാൻ പറ്റിയതാണ് ഈ മൾട്ടി ഡിവിഷൻ ചിട്ടികൾ. രണ്ടാമത്തെ വഴി സ്ഥിര നിക്ഷേപങ്ങൾ അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റുകളാണ്. സാധാരണ ബാങ്കുകളിൽ പണം സ്ഥിര നിക്ഷേപമായി ഇടുന്നത് പോലെ തന്നെ KSEFIയിൽ നമുക്ക് പണം നിക്ഷേപിക്കാം. ബാങ്കുകളേക്കാൾ മികച്ച പലിശ നിരക്കാണ് KSEFI സാധാരണയായി നൽകാറുള്ളത്. മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക പലിശ ആനുകൂല്യങ്ങളും നൽകാറുണ്ട്. വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പണം സുരക്ഷിതമായി വളർത്താൻ പറ്റിയ നല്ലൊരു മാർഗമാണിത്. മൂന്നാമത്തേത് സുഗമ ഡിപ്പോസിറ്റ് പദ്ധതിയാണ്. ഇത് നമ്മുടെ ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെയാണ്. ചിട്ടി വിളിച്ച് കിട്ടുന്ന പണം പെട്ടെന്ന് കയ്യിൽ വാങ്ങി ചെലവാക്കി കളയാതെ ഈ സുഗമ അക്കൗണ്ടിലേക്ക് മാറ്റാം. ഇതിലിടുമ്പോൾ നമുക്ക് നല്ലൊരു ശതമാനം പലിശയും കിട്ടും. ഏറ്റവും വലിയ ഗുണം എന്തെന്നാൽ ഈ പണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരികെ പിൻവലിക്കാനും സാധിക്കും. ചിട്ടിപ്പണം സുരക്ഷിതമായി സൂക്ഷിക്കാനും ഒപ്പം പലിശ നേടാനുമുള്ള മികച്ചൊരു വഴിയാണിത്. നാലാമതായി പ്രവാസികൾക്കായുള്ള പ്രത്യേക പദ്ധതികളുണ്ട്. പ്രവാസി ചിട്ടിയിലൂടെ പെൻഷൻ ഉൾപ്പെടെയുള്ള വലിയ ആനുകൂല്യങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രവാസികളുടെ പണം കേരളത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കുകയും ഒപ്പം അവർക്ക് കൃത്യമായ ലാഭം ഉറപ്പാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി KSEFIയിൽ ചേരുമ്പോൾ പലർക്കും പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാമ്യം നൽകുന്നതിലാണ്. ചിട്ടി വിളിച്ച് പണം കൈപ്പറ്റണമെങ്കിൽ കൃത്യമായി ജാമ്യം നൽകണം. ശമ്പള സർട്ടിഫിക്കറ്റ്, വസ്തുവിന്റെ ആധാരം അല്ലെങ്കിൽ സ്വർണം എന്നിവയൊക്കെ ജാമ്യമായി നൽകാം. ചിട്ടിയിൽ ചേരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഏത് തരത്തിലുള്ള ജാമ്യമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി പ്ലാൻ ചെയ്യണം. പണം കയ്യിൽ കിട്ടേണ്ട സമയത്ത് ജാമ്യം റെഡിയാക്കാൻ വൈകിയാൽ തുക കിട്ടാൻ ഒരുപാട് താമസിക്കും. മറ്റൊരു കാര്യം മാസത്തവണകൾ മുടങ്ങുന്നതാണ്. കൃത്യസമയത്ത് പണം അടച്ചില്ലെങ്കിൽ ലാഭവിഹിതം നഷ്ടപ്പെടുകയും പിഴപ്പലിശ നൽകേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ മാസവരുമാനത്തിനനുസരിച്ചുള്ള തുകയുടെ ചിട്ടികൾ മാത്രം തിരഞ്ഞെടുക്കുക. പരസ്യങ്ങളിൽ കാണുന്ന വലിയ തുക കണ്ട് ആകൃഷ്ടരായി വലിയ മാസത്തവണയുള്ള ചിട്ടികളിൽ പോയി ചേരരുത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ വീടിനടുത്തുള്ള KSEFI ശാഖ നേരിട്ട് സന്ദർശിക്കുക. നിലവിൽ ലഭ്യമായ ഏറ്റവും പുതിയ ചിട്ടികളുടെ വിവരങ്ങളും പലിശ നിരക്കുകളും ചോദിച്ചറിയുക. കാരണം ഈ നിരക്കുകളിൽ സമയാസമയങ്ങളിൽ മാറ്റം വരാം. നിങ്ങളുടെ ആവശ്യത്തിന് അനുയോജ്യമായ പദ്ധതി മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക.